എന്തിനാണ് ഉപവാസ പ്രാർത്ഥന നടത്തുന്നത്? ഉപവാസ പ്രാർത്ഥന കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇതിന്റെ രീതി എന്താണ്? തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തു വയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷം ലഭിക്കൂ. ഒരു ചടങ്ങായി മാറുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ലാത്തൊരു മനുഷ്യനാണ്. ഏത് കാര്യം നമ്മൾ നടക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, അതിന്റെ ആശയം എന്താണ്, എങ്ങനെയാണ്, ഏതാണെന്നെല്ലാം ഒന്ന് ഓർത്തു വെച്ച് അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ വിജയകരമായിരിക്കും. അപ്പോസ്തലന്മാരുടെ ഒരു മാതൃക അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ കിടക്കുന്നുണ്ട്. അതൊന്ന് ഞാൻ ആദ്യം പ്രാരംഭം പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ തിരുവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് താല്പര്യമാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്. അവിടെ ചില പ്രിയപ്പെട്ടവരിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന രംഗം നമുക്ക് കാണുന്നുണ്ട്. അതിന്റെ 2-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലക്കായിട്ട് അവരെ എനിക്ക് വേർതിരിക്കുവിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. നമുക്കറിയാം, അപ്പോസ്തലന്മാരുടെ ഒരു മാതൃകയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഉപവാസ പ്രാർത്ഥനയിലെ 3 കാര്യങ്ങളാണുള്ളത്. വെറുതെ ഉപവസിക്കുക എന്ന ഒരു ചടങ്ങായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുകയല്ല. അതിൽ ഒന്നാമത് വേണ്ടുന്നത് ആരാധിച്ചു എന്നാണ് വായിക്കുന്നത്. ഉപവാസ പ്രാർത്ഥനയിലെ ഏറ്റവും പ്രധാനമായ ഒരു സംഗതി ആരാധനയാണ്. ദൈവത്തെ ആത്മാവിൽ ഒന്ന് നിറഞ്ഞ് ആരാധിച്ചെങ്കിൽ മാത്രമേ ഉപവാസ പ്രാർത്ഥന അതിൻ്റെതായ ശക്തിയിൽ വരികയുള്ളൂ. കാരണം ആ ആരാധനയിൽ നിന്നാണ് തുടർന്ന് ബാക്കി ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. അതിൽ അവസാനം പറയുന്നത് ഉപവസിച്ച് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, 3 കാര്യങ്ങൾ നടന്നാലാണ് അതിൽ 4-ാമത്തെ വിഷയം നടക്കുന്നത്. പരിശുദ്ധാത്മാവ് ഇടപെട്ട് സംസാരിക്കുന്നു. അങ്ങനെ 4 കാര്യങ്ങൾ ചേർന്നതാണ് ഉപവാസ പ്രാർത്ഥന എന്ന് ചിന്തിക്കാനായിട്ട് കഴിയും. ഇനി ഒന്നുകൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ, എന്തിനു വേണ്ടിയാണ് ഉപവസിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു സബ്ജക്റ്റ് ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല. ഒരു സബ്ജക്റ്റാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടണം, പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കണം. അവിടെ പറഞ്ഞ ആദ്യം നമ്മൾ ശ്രദ്ധിച്ചോ, ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും, അവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലക്കായിട്ട് അവരെ എനിക്ക് വേർതിരിക്കുവിൻ എന്ന് ആര് പറഞ്ഞു? പരിശുദ്ധാത്മാവ് പറഞ്ഞു. അപ്പോൾ ഉപവാസ പ്രാർത്ഥനയിൽ സംസാരിക്കുന്നത് മറ്റാരുമല്ല, പരിശുദ്ധാത്മാവിന് നമ്മോട് സംസാരിപ്പാനുണ്ട്. ഇന്ന് ഉപവാസ പ്രാർത്ഥനയോട് ഇവിടെ ബന്ധത്തിലായിരിക്കുന്ന സമയത്ത് ഒറ്റ കാര്യം ഓർത്താൽ നമ്മുടെ പ്രാർത്ഥനാ വിഷയം ഒന്നും പറയേണ്ട കാര്യമില്ല. കാരണം അതെല്ലാം നമുക്ക് മുന്നേ കർത്താവ് അറിഞ്ഞിരിക്കുക, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാ. പക്ഷെ ഇപ്പൊ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥനയുടെ മറുപടി കിട്ടുന്ന ദിവസങ്ങളാണ് ഉപവാസ പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ. അതുകൊണ്ട് പ്രധാനപ്പെട്ടത് വേണ്ടത് നന്നായി ആരാധിക്കണം, നന്നായി സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ആരും മൗനമായിരിക്കാതെ ദൈവത്തെ ആത്മാവിൽ ആരാധിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കും, പരിശുദ്ധാത്മാവ് അവരോട് സംസാരിക്കും. പരിശുദ്ധാത്മാവ് ചിലരെ വ്യക്തിപരമായി അതിൽ തിരഞ്ഞെടുക്കും. ഈ ഉപവാസ പ്രാർത്ഥനയിൽ വ്യക്തിപരമായി ചിലരെ തിരഞ്ഞെടുക്കും. ഞാനിന്ന് പറയുന്നത് ചില കുടുംബങ്ങളെ കർത്താവ് വേർതിരിച്ച് കർത്താവിന് ചിലത് പറയാനുണ്ട്, അത് നമ്മൾ കേൾക്കാൻ പോവുകയാണ്. അങ്ങനെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മൾ ചേർന്ന് നിൽക്കുന്ന ഓരോ കുടുംബത്തോടും വ്യക്തിപരമായി സംസാരിക്കാൻ പോവുകയാണ്. നമ്മുടെ കർത്താവ് നമ്മെ ഉപദേശിച്ച പല കാര്യങ്ങളുമുണ്ട്. അതിൽ നമ്മൾ ശ്രദ്ധേയമായ പല കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധ കൊടുക്കാറില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മെ വചനത്തിന്റെ പൊരുൾ തിരിച്ചു തരുമ്പോഴാണ് നമുക്കതിന്റെ ആഴങ്ങൾ മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് സംസാരിക്കാനുള്ള ഒരു തിരുവചന ഭാഗം വായിപ്പാനായിട്ട് താല്പര്യമുള്ള ഉൽപ്പത്തി പുസ്തകം 27-ാമത്തെ അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. ഇസ്ഹാക്ക് തന്റെ മകനോട്, മകനെ, നിനക്ക് ഇത്ര വേഗത്തിൽ കിട്ടിയത് എങ്ങനെയെന്ന് ചോദിച്ചതിന് നിന്റെ ദൈവമായ യഹോവ എന്റെ നേർക്ക് വരുത്തി തന്നു എന്ന് അവൻ പറഞ്ഞു. നിന്റെ ദൈവമായ യഹോവ എന്റെ നേർക്ക് വരുത്തി തന്നു എന്ന് പറഞ്ഞു. ഒരു വ്യാജമായ ഒരു കാര്യമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയാം. ചരിത്രം നമുക്ക് നന്നായിട്ട് അറിയാം. ഇസ്ഹാക്ക് മൂത്ത മകനായ ഏശാവിനെ അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ച സമയത്ത് ഏശാവിന് ലഭിക്കേണ്ട അനുഗ്രഹം തട്ടിയെടുക്കാനായിട്ട് യാക്കോബ് അമ്മയും കൂടെ ചേർന്ന് ഒരു പദ്ധതി ഒരുക്കുകയും അതിന്റെ സമാപന രംഗമാണ് നമ്മൾ കാണുന്നത്. ആ വേട്ടിറച്ചിയാന്നും പറഞ്ഞ് അപ്പന്റെ അടുത്ത് ചെല്ലുകയാണ്. അപ്പൊ അപ്പൻ സംശയത്തോടെ ചോദിക്കുകയാണ്, ഇത്ര വേഗത്തിൽ എങ്ങനെ കിട്ടി? വേട്ടയ്ക്ക് പോയാൽ ഒത്തിരി വൈകിയേ വരുവുള്ളൂ. അപ്പോഴും അവൻ പറഞ്ഞ വാചകമാണ്, നിന്റെ ദൈവമായ യഹോവ എന്റെ നേർക്ക് വരുത്തി തന്നു. ഇവിടെ നമുക്ക് ചിന്തിക്കാനുള്ളത്, നമ്മുടെ കുടുംബങ്ങൾക്ക് വേറെ ചിലത് വരുത്തി തരുന്നുണ്ട്. ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, അവരോട് പറയുക, നിങ്ങളുടെ കുടുംബത്തിന് നേരെ കർത്താവ് വരുത്തി തരുന്നുണ്ട്, നിങ്ങളുടെ നേരെ ചിലത് വരുത്തി തരുന്നുണ്ടെന്ന് പറഞ്ഞു.
എന്താ വരുത്തി തരുന്നതെന്നോ അതിന്റെ വിശദാംശങ്ങളൊന്നും എന്നോട് പറഞ്ഞ് കർത്താവ് ബോധ്യപ്പെടുത്തിയില്ല. അവരോട് ഈ വാചകം മാത്രം ഇപ്പൊ പറഞ്ഞാൽ മതി, ബാക്കി അവരെ അറിയിക്കേണ്ട എന്നാണ് എന്നോട് ബോധ്യപ്പെടുത്തിയത്. അതുകൊണ്ട് ഞാൻ ബാക്കിയൊന്നും പറയാൻ പറ്റിയില്ല, കാരണം എനിക്ക് വെളിപ്പെട്ട് കിട്ടിയില്ല. അവരെ അങ്ങനെ പറഞ്ഞയച്ചു. അതിനുശേഷമാണ് കർത്താവ് ആ കാര്യം വെളിപ്പെടുത്തി തന്നത്. എന്താണ് കുടുംബത്തിന് നേരെ വരുന്നത്, കർത്താവ് വരുത്തുന്നത്, അതായത് അനുവദിച്ചത് എന്താണ് നേരെ വരുന്നതെന്ന് ചിന്തിച്ചപ്പോഴാണ് ഞെട്ടിപ്പോയത്. നമ്മുടെ കുടുംബങ്ങൾക്ക് നേരെ ചിലത് വരുന്നുണ്ട്. അതിനെ ഓർത്ത് ഒന്ന് പ്രാർത്ഥിക്കാനും ഒരു വിടുതൽ പ്രാപിക്കാനുമാണ് എന്ന് താല്പര്യപ്പെടുന്നത്. കുടുംബത്തിന് നേരെ വരുന്ന ചില വിഷയങ്ങൾ ഞാൻ പറയാം. ഒരു ഭക്തനായ മനുഷ്യനുണ്ടായിരുന്നു. ദൈവഭക്തൻ എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദോഷം വിട്ടകലുന്നവൻ. പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് ആളെ മനസ്സിലായി കഴിഞ്ഞു. ദോഷം വിട്ടകലുന്നവൻ. ഓ ഹല്ലേലൂയ. ആ ഭക്തനായ മനുഷ്യന്റെ പേരാണ് ഇയ്യോബ്. ഇയ്യോബിന്റെ ജീവിതത്തിൽ ദൈവം ഒരു കാര്യം അനുവദിച്ചു. സാത്താൻ വന്ന് ചോദിച്ചപ്പോൾ ഒരു അനുവാദം കൊടുത്തു. അവന്റെ പ്രാണനെ ഒഴികെ ബാക്കി എന്തു വേണമെങ്കിലും നീ ചെയ്തോന്ന് പറഞ്ഞ് സാത്താൻ ഒരു അനുവാദം കൊടുത്തു. നമുക്കറിയാം, ഭക്തനാണ്, ദോഷം വിട്ടകലുന്നവനാണ്, നല്ല സാക്ഷ്യമുള്ള മനുഷ്യനാണ്, എല്ലാം കൃപയിൽ നിൽക്കുന്ന മനുഷ്യനാണ്. എന്നാൽ ആ കുടുംബത്തിന് നേരെ ഇപ്പോൾ വരുന്നത് സാത്താൻ നേരെ വരാൻ പോവുകയാണ്. സാത്താൻ നേരെ വരുന്നു. ഒന്നും കൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ, ഒരു കുടുംബം മുന്നോട്ട് പോകുന്ന സമയത്ത് ആ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതിയൊന്നുമല്ല വിഷയം. പിശാച് എപ്പോഴും ചിന്തിക്കുന്നത് ഏതിനാൽ നിന്റെ ശക്തിയെ ഒതുക്കാൻ പറ്റുമെന്ന് എപ്പോഴും അന്വേഷിച്ചോണ്ടിരിക്കുന്നത്. നീ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുന്നെങ്കിൽ ആ വിശ്വാസത്തിന്റെ ശക്തി എങ്ങനെ ഒതുക്കാൻ പറ്റുമെന്ന് അവൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിനുവേണ്ടിയുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കും. അപ്പോൾ ദൈവത്തിന് നന്നായി നമ്മെക്കുറിച്ച് അറിയാം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പിശാചിനെ അനുവദിക്കാറുണ്ട്. ഇവിടെ സംഭവിച്ച കാര്യം നമ്മൾ വായിക്കുമ്പോൾ 1-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഞെട്ടിപ്പോകുന്നൊരു വാർത്തയാണ് വായിക്കാനുള്ളത്. പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് വന്നു, വീടിന്റെ 4 മൂലയ്ക്കും അടിച്ചു. അത് യൗവനക്കാരുടെ മേൽ വീണു, അവർ മരിച്ചുപോയി. വിവരം നിന്നെ അറിയിക്കുവാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതി പോന്നു എന്ന് പറഞ്ഞു. ഒരു കുടുംബത്തിന് നേരെ വന്നത് ഒരു കൊടുങ്കാറ്റാണ്. ആ പ്രദേശത്ത് ധാരാളം വീടുകളുണ്ട്. ദൈവത്തെ അന്വേഷിക്കാത്തവരും ദൈവഹിതമല്ലാതെ ജീവിക്കുന്ന ആളുകളുടെയും ഒരു വലിയ കുടുംബങ്ങളാണ് നിരന്നു നിൽക്കുന്നുണ്ട്. പക്ഷെ നേരെ കൊടുങ്കാറ്റ് നേരെ വന്നത് ഇയ്യോബിന്റെ മക്കൾ ഇരിക്കുന്ന വീടാ. നീ ഒന്നും കൂടെ പറഞ്ഞാൽ, അപ്പൻ മക്കൾക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിലോ എന്ന് ഓർത്ത് നന്നായി രാവിലെ എഴുന്നേറ്റ് അവർ അംഗസംഖ്യക്കൊത്തവണ്ണം യാഗം കഴിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനും ഒരു വീടുവാ. അവിടുത്തെ മക്കൾ കൂടിയിരിക്കുന്ന സ്ഥലത്ത് അവർ സന്തോഷമാണ്, ഐക്യതയാണ്, സ്നേഹമാണ്, എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭവനത്തിന് നേരെ വന്നത് കൊടുങ്കാറ്റാണ്. നമ്മുടെ ഭവനത്തിന് നേരെ കൊടുങ്കാറ്റടിക്കാം. ഓ ഹല്ലേലൂയ. ഞാൻ ആ ഭവനത്തോട് പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, നിങ്ങളുടെ നേരെ വരുന്നത് എന്താണെന്ന് എനിക്ക് പറയാൻ കിട്ടിയില്ല. പക്ഷെ പിന്നീടാണ് കർത്താവ് വെളിപ്പെടുത്തുന്നത്. ആ കുടുംബത്തിന് നേരെ വന്നത് 4 മൂലയ്ക്ക് നിന്നും ശക്തമായി അടിക്കുന്ന കൊടുങ്കാറ്റ. ലക്ഷ്യം വേറൊന്നുമല്ല, തലമുറകളെ ഒടുക്കിക്കളയുക. ഏറ്റവും അധികം സ്നേഹിക്കുന്നത് മക്കളെയാണ്. നാം സ്നേഹിക്കുന്നത് നമ്മുടെ മക്കളെ നന്നായി സ്നേഹിക്കും. രക്തബന്ധമാണ്, നമുക്ക് സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. ആർദ്ര കരുണ അപ്പന്മാർക്കും സ്നേഹവാത്സല്യങ്ങൾ അമ്മയ്ക്കും എല്ലാം ഉള്ള ഒരു തലമുറയാണ് നമുക്കുള്ളത്. ആ തലമുറയെ ഒടുക്കിക്കളയാനായിട്ട് 4 മൂലയ്ക്ക് നിന്നും അടിച്ചു വരുന്ന കൊടുങ്കാറ്റ് ഇന്ന് ജയമെടുക്കാൻ പോവുക. ഇന്ന് നമുക്ക് ജയമെടുക്കണം. ഈ കൊടുങ്കാറ്റടിച്ചിട്ട് നമ്മുടെ തലമുറകൾ തകർന്നു പോകരുത്. ഇയ്യോബിന്റെ ജീവിതത്തിൽ അവരുടെ കുടുംബത്തിന് നേരെ, തലമുറയ്ക്ക് നേരെ അടിച്ച് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നത് ആ മക്കൾ മരിച്ചുപോയെന്നാണ്. എന്നാൽ നമുക്കറിയാം, എന്റെ കർത്താവ് അനുവദിക്കുന്നില്ല. ഇയ്യോബിന് ഈ പ്രതിസന്ധിക്ക് മുമ്പ് എത്ര മക്കൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 10 മക്കൾ. ഈ പ്രതിസന്ധിക്ക് ശേഷം എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചാൽ അപ്പോഴും നമുക്ക് പറയാൻ കഴിയുന്നത് 10 മക്കൾ എന്നാണ്. എന്ന് പറഞ്ഞാൽ തലമുറയെ ദൈവം തന്നെ കൊടുത്തു വീണ്ടും. എന്നാൽ നമുക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ തലമുറയ്ക്ക് നേരെ പ്രതിസന്ധി വരുന്ന സമയത്ത് ഇന്ന് ഒരു വിടുതൽ നടക്കാൻ പോവുകയാണ്. എന്താ ചെയ്യാൻ പോകുന്നത്? അവിടെ നിന്ന് നമുക്ക് രക്ഷ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിന് ചിലത് നമ്മളോട് പറയാനുണ്ട്. പരിശുദ്ധാത്മാവിന് നമ്മളോട് ചിലത് ഇന്ന് സംവാദിക്കാനുണ്ട്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ കുടുംബങ്ങളെ തകർത്ത് കളയുവാൻ 4 മൂലയ്ക്ക് നിന്ന് പോരാടുന്ന കൊടിയ കാറ്റിന്റെ ശക്തിയുണ്ട്. അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ദുഷ്ട അന്ധകാരമുണ്ട്. ആ അന്ധകാര ശക്തിയെ ശാസിച്ചമർച്ച ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പൊ നേരെ വരുന്ന ശക്തി മറ്റൊന്നുമല്ല, ദുഷ്ടനായവൻ ഒരുക്കുന്ന കൊടുങ്കാറ്റാണ്. ഈ കൊടുങ്കാറ്റിന്റെ ലക്ഷ്യം തലമുറകളെ തകർത്ത് കളയാന്നുള്ളതാണ്. മറ്റൊന്ന് നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നു. യേശു പടകിൽ യാത്ര ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ട്. യേശു ശിഷ്യന്മാരുമായി പടകിൽ യാത്ര ചെയ്യുക. ആ പടകിന് നേരെ കൊടുങ്കാറ്റടിക്കുകയാണ്.
ശക്തമേറിയ കൊടുങ്കാറ്റടിക്കുന്നു. ആ കൊടുങ്കാറ്റടിച്ച് നമുക്കറിയാം അവരെ വിഷമിക്കുക. എന്നാൽ ഒരു കാര്യം നമുക്കറിയാം, ഈ കൊടുങ്കാറ്റടിച്ച പടകിൽ യേശു അമരത്തെ തലയണ വെച്ച് ഉറങ്ങുന്നുണ്ട്. യേശു അമരത്തെ തലയണ വെച്ച് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, കൃപയെ നിൽക്കാത്തവരുടെ വീട്ടിന് നേരെ അല്ല കാറ്റടിക്കുന്നത്. ദൈവകൃപയിൽ കർത്താവും ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ജീവിത പടകിന് നേരെയാണ് കൊടുങ്കാറ്റടിക്കുന്നത്. നമ്മുടെ ജീവിത പടകിന് നേരെ അടിക്കുന്ന കൊടുങ്കാറ്റടിക്കുന്ന സമയത്ത് ആവശ്യമായി വരുന്നത് ഉണർത്തുന്ന ഒരു പ്രാർത്ഥനയാണ്, നാഥനെ ഉണർത്തുന്ന ഒരു പ്രാർത്ഥന. അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥനയ്ക്ക് സമയം വർദ്ധിച്ചപ്പോൾ പറഞ്ഞത്, ആത്മാവിന്റെ സാന്നിധ്യത്തോടുകൂടി പ്രാർത്ഥിക്കുക. കാരണം ഒരു ആത്മശക്തിയിൽ ഒരു ഉണർവ് വന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ, ഗ്ലോറി, ഒരു ഉണർവോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം ഏത് കൊടുങ്കാറ്റടിച്ചാലും അരുമനാഥൻ നമുക്ക് വേണ്ടി എഴുന്നേക്കുന്ന നിമിഷമാണ്. അവനൊന്ന് എഴുന്നേറ്റ് നിന്നാൽ, നമ്മുടെ ജീവിതവടകിൽ നമ്മോടൊപ്പമുള്ള നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒന്ന് എഴുന്നേറ്റാൽ, അടിക്കുന്ന കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, തിരമാലകൾ ഉയർത്തിയതിന് പിന്നിൽ മറ്റൊന്നുമല്ല, ദുഷ്ടനൂതിയ ഒരു കാറ്റാണ്. ആ കാറ്റിനോട് കൽപ്പിച്ച് അത് ശാന്തമാക്കി അക്കരെ എത്തിക്കാൻ വിശ്വസ്തന. അങ്ങനെയെങ്കിൽ തകർന്നു പോകില്ല. ജീവിത പടക് തകർന്നു പോകാൻ വേണ്ടിയാ കാറ്റടിച്ചതെങ്കിൽ ആ കാറ്റ് മൂലമുണ്ടാകുന്ന ഒരു തകർച്ചയും സംഭവിക്കാതെ വണ്ണം ഇന്ന് ജയം പ്രാപിക്കാൻ പോവുക. ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ, കർത്താവേ എന്റെ പടക് തകർക്കാൻ തൊക്കെ വണ്ണം. സ്തോത്രം. നിരാശയുടെ കാറ്റ്, ദുഃഖത്തിന്റെ കാറ്റ്, രോഗത്തിന്റെ കാറ്റ്, അത് പല വ്യാധിയായി, വേവലാതിയായി, അനർത്ഥമായി, കട്ടമായി, ക്ലേശമായി പെരുകി വരുന്ന രീതിയിൽ ഓരോ യാമം കഴിയും തോറും ഇത് പെരുകി വരുന്നതല്ലാതെ സ്വസ്ഥതയില്ലെന്ന് പറയുമ്പോൾ, ശാന്തതയില്ലെന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ ഉണർത്തുകയാണ്. ഈ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ, കർത്താവ് നമുക്ക് വേണ്ടി ഉണർന്നെഴുന്നേൽക്കുകയാണ്. അവൻ അറിയാതെയല്ല, അവൻ അറിയുന്നുണ്ട്. എന്നാൽ നിന്റെ പ്രാർത്ഥനാ ശബ്ദത്തിന് വേണ്ടി അവൻ കാത്തിരിക്കുക. ഈ പ്രാർത്ഥനാ ശബ്ദത്തിൽ എന്റെ കർത്താവ് എഴുന്നേറ്റ് ഇതിനെ ശാന്തമാക്കി ഈ പ്രതികൂലങ്ങൾക്ക് പരിഹാരം വരുത്തി പൂർണ്ണ ജയം കൽപ്പിക്കുന്നത് മനസ്സിലാക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വം കൊടുക്കുകയാണ്, ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രതിസന്ധിക്കെല്ലാം പരിഹാരമുണ്ട്. എന്നാൽ ഈ കാര്യം മർക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയും. മത്തായിയുടെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിലായിരുന്നു നമ്മൾ 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിലാണ് ആ പടകിന്റെ കാര്യം കണ്ടത്. ഇതേപോലെ തന്നെ പടകിൽ യാത്ര ചെയ്ത മറ്റൊരു സന്ദർഭം മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. അവിടെ പറയുന്നത് യേശു മർക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 36-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 4:36 അവിടെ കാണുന്നത് യേശു ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്നു. ഒരു സമയത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ആ പടക് മാത്രമല്ല, കുറെ ചെറു പടകുകളും കൂടെ അനുഗമിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരു പടക് മാത്രമല്ല, ചെറുപടകുകൾ അനുഗമിക്കുന്നുണ്ട്. പക്ഷെ കാറ്റടിക്കുമ്പോൾ ചെറുപടകുകളിലൊന്നും സംഭവിച്ചില്ല. ഇവർ യാത്ര ചെയ്ത്, ശിഷ്യന്മാർ യാത്ര ചെയ്തൊക്കെ പടകിന് നേരെയാണ് കാറ്റടിക്കുന്നത്. മറ്റു പടകുകൾക്കൊന്നും കുഴപ്പമില്ല. നമ്മൾ നോക്കുമ്പോൾ ചുറ്റുപാടൊന്നും പ്രശ്നമില്ല. പ്രശ്നം പ്രാർത്ഥിക്കുന്നവർക്കാ, ദൈവകൃപയിൽ നിൽക്കുന്നവർക്കാ, ശിഷ്യന്മാർക്കാ, ദൈവവുമായിട്ട് സാന്നിധ്യമുള്ളവരാ, ദൈവശബ്ദം കേൾക്കുന്നവരാ, ദൈവീകാരികൾ ലഭിച്ച പ്രിയപ്പെട്ടവരാ, അവർക്ക് നേരെയാണ് കാറ്റടിക്കുന്നത്. എന്നാൽ ഒരു കാര്യം നമുക്കറിയാം, യേശു കടലിന്മേ നടന്നു വരുന്നവനാണ്. യേശു കടലിന്മേ നടന്നു വരികയാണ്. നമുക്കറിയാം, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ഉയർന്നു വരുന്ന തിരമാലകളുടെ മീതെ നടന്നു വരുവാൻ, അവന്റെ കാലതുമേൽ ചവിട്ടി ഒരു ശാന്തത വരുത്തുവാൻ കഴിയുന്ന ദൈവകൃപ എത്ര പേർ മനസ്സിലാക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയെങ്കിൽ വലിയ ജയമാണ് അവിടെ ലഭിക്കുന്നത്. അപ്പോൾ കർത്താവ് നമുക്ക് പ്രതികൂലമായി നേരെ വരുത്തുന്ന കാറ്റുകൾ കർത്താവ് അറിയാതെയല്ല, കർത്താവ് അറിഞ്ഞു തന്നെയാണ്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, അവൻ നമ്മെ തകർത്ത് കളയില്ല, തൊട്ടൊരു വിട്ടുകൊടുക്കുകയില്ല. എന്തിനു വേണ്ടിയാ പിന്നെ ഇതെല്ലാം വരുന്നത്? ദൈവനാമ മഹത്വം വെളിപ്പെടണം. 1, ദൈവനാമ മഹത്വം വെളിപ്പെടണം. 2, നമ്മൾ വിശ്വാസത്തിൽ നിലനിൽക്കണം. 3, നാം ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങണം. 4, നമ്മുടെ പ്രത്യാശ വർദ്ധിച്ചു വരണം. ഇതിനു വേണ്ടിയാണ് ഈ പരീക്ഷണങ്ങൾ മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഒരു കുടുംബത്തിൽ ഞാൻ പറഞ്ഞു, ഇയ്യോബിന്റെ കുടുംബം. ആ കുടുംബത്തിന് നേരെ കാറ്റടിച്ചു, വലിയ പ്രതിസന്ധി ഉണ്ടായി. ആ കാറ്റടിച്ച് ആ തലമുറകൾക്ക് നേരെ വലിയ ശക്തമായ കാറ്റടിച്ചു. എന്നാൽ കുടുംബം തകർന്നു പോകാതെ നിൽക്കാൻ കഴിഞ്ഞത് ഇയ്യോബിന്റെ ചിന്താഗതിയാണ്. ഇതിലൊന്നിലും ഇയ്യോബ് തന്റെ ദൈവത്തോട്
പാപം ചെയ്തില്ല, ഒരു ദോഷവും ചെയ്തില്ല. കാരണം ഇയ്യോബിൽ വ്യാപരിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഓർക്കുക, ജീവിതത്തിലെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നമുക്ക് ജയം ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ കാറ്റിന് ജയിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വിശ്വാസം ഒന്ന് വർദ്ധിക്കേണ്ട സമയമാണ്. വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകേണ്ടതല്ല, തള്ളിപ്പറയാതെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ നമുക്ക് ജയം ലഭിക്കാനായിട്ട് കഴിയും. ഒരു വീടിനെ കൂടെ ഞാൻ പരിചയപ്പെടുത്തിയിട്ട് ഈ കാറ്റടിച്ച തകർച്ച സംഭവിച്ച ഒരു കുടുംബത്തെ കൂടെ പരിചയപ്പെടുത്തി ഞാൻ വാക്കുകളെ പെട്ടെന്ന് ചുരുക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം അതിന്റെ 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. ബഥാനിയയിലെ ലാസറിന്റെ ഭവനത്തിൽ യേശു വന്നിട്ടുണ്ട്. ബഥാനിയയിലെ ലാസറിന്റെ ഭവനത്തിൽ യേശു വന്നിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത, പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ യേശു അവിടെ വന്നു എന്നാണ് വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, 7 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മുഴുവൻ പാർത്ത ഒരു വീടാണ് ബഥാനിയയിലെ ലാസറിന്റെ വീട്. ലാസറിന്റെ വീട്ടില് ഇപ്പോൾ യേശു 7 ദിവസമായിട്ടുണ്ട് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം അങ്ങനെ ഒരു എഴുത്ത് അവിടെ കിടക്കുന്നുണ്ട്. 6 ദിവസം മുമ്പേ വന്നു എന്ന് പറഞ്ഞാൽ വേറെ എവിടെയല്ല താമസിച്ചത്, ആ വീട്ടിൽ തന്നെയാണ് താമസിച്ചത്. അങ്ങനെയാണെങ്കിൽ ഒരാഴ്ചയായിട്ട് യേശു ഉള്ള വീട്. നമ്മുടെ വീടിന്റെ ഒക്കെ പ്രത്യേകത, നമ്മുടെ കർത്താവ് എല്ലാ ദിവസവും നമ്മോട് കൂടിയുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? അവൻ നമ്മോട് കൂടിയുണ്ട്, അവൻ നമ്മോട് കൂടിയുണ്ട്. ഈ വീടിനെ കുറിച്ചൊന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ബഥാനിയയിലെ ലാസറിന്റെ ഭവനത്തെ കുറിച്ച് പറയുന്നത്, അവർക്ക് ലാസറിന് 2 സഹോദരിമാരുണ്ട്, മാർത്തയുണ്ട്, മറിയുണ്ട്. അവരുടെ മാതാപിതാക്കൾ നേരത്തെ മരിച്ചുപോയി. ചരിത്രം പറയുന്നത് ലാസർ ഇളയ സഹോദരനാണെന്ന്, മറ്റു സഹോദരിമാരാണെന്നാണ് പറയുന്നത്, ചേച്ചിമാരാണെന്ന്. അപ്പോൾ ലാസറിനെ ഗർഭവതിയായിട്ടിരിക്കുന്ന സമയത്താണ് ലാസറിന്റെ പിതാവ് മരിച്ചതെന്നും അവന് പ്രസവിച്ച് ഏറെ വൈകാതെ തന്നെ അമ്മയും മരിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ ആ കുടുംബം വളരെ ദാരിദ്ര്യത്തിലും പ്രയാസത്തിലുമാണ് കഴിഞ്ഞിരുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സഹോദരിമാര് പോയി അവർക്ക് വേണ്ടി, അനാഥർക്കും പരദേശികൾക്കും വേണ്ടി ഒരുക്കിയിട്ടുള്ള ധാന്യമണികളും വയലിൽ പോയി കറ്റകളും ഒക്കെ ശേഖരിച്ച് അവരെ ജീവിതം കഴിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരിക്കൽ നമുക്കതിന് തെളിവ് പറയുന്നത് ഇങ്ങനെയാണ്. ഒരിക്കൽ ലാസറിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത്, ലാസറിന്റെ ബദാനിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന യേശുവിനെ കുറിച്ച് വായിക്കുന്ന ഭാഗത്ത് കാണാൻ കഴിയുന്നത്, അവന് വിശന്നു എന്ന് പറയുന്നത്. രാവിലെ ആ വീട്ടിൽ നിന്ന് പോവുക, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കിട്ടിയില്ല, ഭക്ഷണമൊന്നും കിട്ടിയില്ല എന്നർത്ഥം. എല്ലാവർക്കും കൊടുക്കാനുള്ള ഭക്ഷണമാണ് ആ സമയത്ത് അന്ന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ശിശുമാര് കതിര് തിരുമി തിന്ന അനുഭവമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. കാരണം അത്ര ദാരിദ്ര്യം ഉണ്ടായിരുന്നൊരു വീടാണ്. എന്നാൽ പിന്നീട് കാണുന്നത്, യേശു ആ വീട്ടിൽ ചെന്നതിന് ശേഷം ആ വീടിനോട് എല്ലാവരും കരുണ കാണിക്കാൻ തുടങ്ങിയെന്ന് പറയുന്നത്. വലിയ അനുഗ്രഹമായി മാറി. ലാസറ് തന്റെ അധ്വാനം തുടങ്ങി, അവനതിന് പ്രാപ്തിയുണ്ട്. ലാസറ് യേശുവിന്റെ സ്നേഹിതനായിരുന്നു. അത്രമാത്രം അടുപ്പമുള്ള ഒരു ഭവനം. മറിയ നല്ല അംശം തിരഞ്ഞെടുത്ത ഒരു വീട്. നല്ല അംശം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, യേശുവിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങൾ മുഴുവൻ അവൾ പകർത്തിയെടുത്തു. ആർക്കും അഭിനയിക്കാൻ കഴിയില്ല. യേശുവിന്റെ സ്നേഹം മുഴുവൻ മറിയയ്ക്ക് ലഭിച്ചു. മറിയ ദൈവസ്നേഹത്തിൽ, യേശുവിൽ നിന്നുള്ള സ്നേഹത്തിൽ നിലനിൽക്കാനായിട്ട് കഴിഞ്ഞു. അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് വലിയൊരു അനുഗ്രഹം ആ വീട്ടിലേക്ക് വരാനിട വന്നു. ആ വീട് എന്റെ ദുസ്തുതിയെല്ലാം മാറി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത് കാറ്റടിക്കുന്നു, ഒരു കാറ്റ് വരുന്നു. അവരുടെ ഏക പ്രതീക്ഷയായിരുന്ന ആംഗല ലാസർ ദീനമായി കിടക്കുന്നു. നോക്കണേ, കർത്താവ് വന്ന് താമസിക്കുന്ന വീട്, 7 ദിവസം താമസിച്ച വീട്, കർത്താവിന്റെ വചനം കൈക്കൊള്ളുന്നവർ, അവർക്ക് ആശ്വാസം പകരുന്ന വീട്. മാർത്ത പലരും ചൊല്ലി കലങ്ങുമ്പോൾ കർത്താവ് ആശ്വസിപ്പിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് കൂടെ കൂടെ വരുന്നൊരു വീട്. എല്ലാ പ്രതിസന്ധിയും വരുന്ന സമയത്ത് കർത്താവ് വന്നാൽ പ്രതിസന്ധി മാറും. അവരുടെ ദാരിദ്ര്യം മാറി, ക്ലേശം മാറി, സമാധാനത്തോടെ സന്തോഷത്തോടെ നിൽക്കുന്ന സമയത്ത് ആ വീടിന് നേരെ ഒരു കാറ്റടിച്ചു. ആ കാറ്റിന്റെ പ്രത്യേകത, അത് രോഗത്തിന്റെ കാറ്റാണ്. രോഗത്തിന്റെ കാറ്റ് വന്നപ്പോ ആ കാറ്റ് മൂർച്ഛിച്ചു വന്നു. ആ കാറ്റ് രോഗത്തെ മൂർച്ഛാവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അത്യുച്ഛമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു. അവർ ക്ലേശിക്കാൻ തുടങ്ങി. കാര്യം മനസ്സിലായി, ഇനി മരണം മാത്രം മുന്നിൽ കാണുകയാണ്. യേശു വന്നിരുന്നെങ്കിൽ എന്ന് അവർ കൊതിച്ചിരുന്നു. യേശു വന്നില്ല. മരണം വീട്ടിൽ കയറി. കാറ്റടിച്ച് മരണം വീട്ടിനകത്ത് വന്ന് കയറി. നമ്മുടെ വീട് തകർക്കുവാനായിട്ട് ശ്രമിക്കുന്ന ചില കാറ്റുകൾ, നമ്മുടെ നേരെ വരുന്ന രോഗപ്രതിസന്ധികൾ പലതും മരണത്തെ വിരൽ ചൂണ്ടുന്നതാണ്. മരണത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടി വന്ന കാറ്റ. എന്നാൽ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, ലാസർ മരിച്ചു, അടക്കപ്പെട്ടു. 4 നാൾ കഴിയുമ്പോഴാണ് യേശു വരുന്നത്.
ഇന്ന് എനിക്ക് പറയാനുള്ളൊരു ദൂത് ഇവിടെ പറയാനുണ്ട്. അവസ്ഥ എന്തുമായിക്കോട്ടെ, ക്ലേശം എന്തുമായിക്കോട്ടെ, ഇനി നടക്കില്ലെന്ന് വിധി എഴുതിക്കോട്ടെ. ലോകം വിധി എഴുതിയാലും ഞാനൊന്ന് പറയാം, കർത്താവിനെ ആരാധിക്കുന്ന ഭവനം, 7 ദിവസവും കർത്താവുമായി ബന്ധമുള്ള വീട്, 7 ദിവസവും കർത്താവുമായി പ്രാർത്ഥന കഴിക്കുന്ന വീട്, അവന്റെ വചനം തൃക്കാക്കലിരുന്ന് ധ്യാനിക്കുന്ന ഭവനം, യേശുവുമായി സ്നേഹബന്ധമുള്ള ഒരു വീടാണെങ്കിൽ ഞാൻ പറയട്ടെ, കാറ്റ് എത്ര അടിച്ച് തകർത്താലും, കാറ്റടിച്ച് നിന്റെ ഭവനത്തിന് നേരെ വരുന്ന വിഷയങ്ങൾ എത്ര വലിയ പ്രതിസന്ധിയായി വന്ന് അടിച്ച് തകർത്താലും ഒരു ശബ്ദം കേൾക്കാൻ പോവുകയാണ്, ലാസറേ പുറത്തു വരിക. കല്ലറയുടെ വാതിക്കൽ നിന്ന് യേശുവിന്റെ ശബ്ദം പുറത്തു വന്നപ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, ഓ ഹല്ലേലൂയ, തകർന്നു എന്ന് പറയുന്ന, പൂർണ്ണമായി അവസാനിച്ചു എന്ന് ലോകം വിധി എഴുതിയ, ഓ മരണം കൊണ്ടുപോയി എന്ന് പറയുന്നിടത്തുനിന്ന് മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച് എഴുന്നേൽപ്പിച്ച് ലാസർ വന്നു. നമ്മൾ വായിച്ച ഭാഗത്ത് കാണാനായിട്ട് കഴിയുന്നത്, ഉയർത്തെഴുന്നേറ്റ് ലാസർ വന്നതിന് സന്തോഷത്തോടെ ആ വീട്ടിൽ വലിയൊരു വിരുന്ന് കഴിക്കുകയാണ്. ആ വീടിനകത്ത് വലിയൊരു വിരുന്ന് കഴിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിന് നേരെ വരുന്നത് ദുരിതമാണ്, തലമുറയെ കൊണ്ടുപോകാനുള്ള വിഷയങ്ങളാണ്, നിന്ദാപാത്രമാക്കാനായിട്ടാണ്, അപമാനമായി മാറ്റാനാണ്. ദൈവത്തെ സേവിച്ചിട്ട് എന്ത് കിട്ടി എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളും നിന്ദകളും പഴികളും പരിഹാസങ്ങളും വരുന്ന സമയത്ത് എനിക്കൊരു ദൂത് പറയാനുണ്ട്. ഇന്ന് ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവിന് വിളിച്ചു പറയാനുള്ളത് മറ്റൊന്നുമല്ല, നീ എന്റെ വിലാപത്തെ നൃത്തമാക്കി തീർക്കും. വന്ന പ്രതിസന്ധിയെ മാറ്റി നൃത്തം വരുത്തുന്ന ഒരു ഭവനമായി മാറാൻ പോവുകയാണ്. ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, മരണം നീങ്ങി ആനന്ദം കഴിയുന്ന ഒരു വീടായി മാറി. ഓ, ആ വീടിന്റെ അനുഗ്രഹം ഒന്ന് കണ്ടേ. ഞാൻ അത്ഭുതത്തോടെ നോക്കിയൊരു വീടാണ്. ഇന്ന് വലിയ വിരുന്ന് കഴിക്കുക. പണ്ട് ദാരിദ്ര്യമായിരുന്നു, ഇന്ന് നോക്ക് വലിയ വിരുന്ന്. വെറുതെ അല്ല വിരുന്ന് വന്നത്, അവരുടെ വീട്ടിൽ വന്ന സന്തോഷത്തിന് നമുക്ക് കണക്ക് പറയാൻ പറ്റൂ. ജീവിതത്തിൽ ഒരു കുടുംബത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ആനന്ദം വന്ന സമയമാണ്. നഷ്ടപ്പെട്ടത്, മരിച്ചുപോയത്, ഇനി ഇല്ലെന്ന് പറഞ്ഞത്, ജീവനോടെ, ഇതിലും വലിയൊരു അത്ഭുതം നടക്കാനില്ല. വലിയ അത്ഭുതം നടന്ന വീടായി മാറി. വലിയ സന്തോഷം കൊണ്ട് നിറഞ്ഞു കൊള്ളുകയാണ്. ആ സന്തോഷത്താൽ വിരുന്ന് കഴിക്കുക. വിലാപമുള്ള സമയത്ത് വിരുന്ന് കഴിക്കാറില്ല. അത് കണ്ണുനീരാ, അത് തുരുത്തിയും കൊണ്ട് വരുന്നതാ, കണ്ണുനീരൊപ്പാൻ ആളുകൾ വരുന്നതാ. എന്നാൽ ഇപ്പോൾ കാണാനായിട്ട് കഴിയുന്നത്, ഈ വീട്ടിനകത്ത് ദാ വിരുന്ന് കഴിക്കുന്നു, നൃത്തം വരികയാണ്. മറ്റൊരു കാഴ്ച കൂടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. വിലയേറിയ സ്വച്ഛതയുടെ മാംസ തൈലം ഇപ്പോൾ ഒഴിക്കാൻ അവിടെ കഴിയുന്നുണ്ട്. ഏകദേശം 300 വെള്ളിക്കാശ് വിലയുണ്ടെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വർഷം മുഴുവൻ അധ്വാനിച്ചാൽ സേവ് ചെയ്യാൻ പറ്റുന്നതാ. ചെലവില്ലാതെ ബാക്കി മിച്ചം വെക്കണം. 1 വെള്ളിക്കാശ് ഒരു ദിവസം കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 300 ദിവസത്തെ അധ്വാനം അവിടെ ബാക്കി വന്നിരിക്കുക. എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തെ കാര്യങ്ങളെല്ലാം കഴിച്ച് ഒരു മിച്ചം, ഒരു ശേഷിപ്പുള്ള ഭവനമായി അത് മാറി. ഒന്ന് ഓർത്ത് നോക്കിയേ, കാറ്റടിക്കുന്നുണ്ട്, നേരെ ദുഷ്ടം കൊണ്ടുവന്ന ചില വിഷയങ്ങളുണ്ട്. അതിനെ എന്റെ കർത്താവ് മാറ്റിയാൽ, കർത്താവ് അതിന് പ്രതികാരം പകരം ചെയ്താൽ, ഓ ഹല്ലേലൂയ, പ്രതികൂലങ്ങളെ അനുകൂലമാക്കി മാറ്റിയാൽ, ശാന്തത വരുത്തിയാൽ, സന്തോഷം വരുത്തിയാൽ, നമ്മുടെ വീടിന് വരാൻ പോകുന്ന മാറ്റമാണ് ഇന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നത്. ഇന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി, ഹല്ലേലൂയ, ചേർന്ന് വന്ന ഓരോ കുടുംബത്തിനും വേണ്ടി എന്റെ ദൈവം ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ കണ്ടുകൊള്ളുക. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ഓ, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ നിലവിളിക്കേണ്ട, ചെങ്കടലിനെ കണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. എന്താണ് രക്ഷ ഒരുക്കിയിരിക്കുന്നത്? ഹല്ലേലൂയ, കാറ്റ് അനുകൂല കാറ്റായി മാറ്റുകയാണ്. ഒരു കിഴക്കൻ കാറ്റടിക്കുന്നുണ്ട്. അത് കർത്താവ് ഒരുക്കിയ കാറ്റാ. ദുഷ്ടം കൊണ്ടുവന്ന 4 മൂലയ്ക്ക് പിടിച്ച കാറ്റല്ല. ഇപ്പോൾ ഒരു കിഴക്കൻ കാറ്റടിക്കുന്നുണ്ട്. ആ കിഴക്കൻ കാറ്റ് ചെങ്കടലിനെ വറ്റിക്കുകയാണ്. മുന്നിലുള്ള ചെങ്കടലിനെ വറ്റിക്കുകയാണ്. അതിനെ ഉണങ്ങിനിലമാക്കി മാറ്റുകയാണ്. ഒരു വഴി തുറക്കുകയാണ്. പ്രതികൂല കാറ്റിനെ മാറ്റി വഴി തുറക്കുന്ന ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോസ്തലന് പറയാൻ കഴിയുന്നത്, 276 പേരുമായിട്ട് ഒരു പടകിൽ യാത്ര ചെയ്ത്, ഒരു കപ്പലിൽ യാത്ര ചെയ്ത സമയത്ത് അടിച്ച കാറ്റുകളുടെ എണ്ണം പറയുന്നുണ്ട്. ഈശാന മൂലം അടിക്കുന്നുണ്ട്, പ്രതികൂല കാറ്റടിക്കുന്നുണ്ട്. പല കാറ്റുകൾ ഒരുമിച്ച് അടിച്ചെങ്കിലും ഒരു ദൂത് കിട്ടി. എന്താ ദൂത് കിട്ടിയത്? ഓ, സാധനങ്ങൾക്കും പടകിനുമല്ലാതെ പ്രാണങ്ങൾക്കൊന്നും പ്രശ്നം വരില്ലെന്ന് താൻ സേവിച്ചു വരുന്ന തന്റെ ഉടയനായ കർത്താവ് തന്നെ പ്രത്യക്ഷപ്പെട്ട് സംസാരിച്ചു. ഇന്ന് ദൂത് കിട്ടിയ പറയാനുള്ളത്, നിന്റെ ജീവിത പടക് തകരുകയില്ല.
ദൈവം നിന്നെ രക്ഷിക്കും. നിന്റെ പ്രാണനൊന്നും സംഭവിക്കില്ല. ദുഷ്ടം കൊണ്ടുവന്ന രോഗമോ കണികളോ പ്രശ്നങ്ങളോ മൂലം നിന്റെ പ്രാണനൊന്നും സംഭവിക്കില്ല. കുടുംബത്തിന് ഒരു രക്ഷ വന്നിരിക്കുകയാണ്. യേശു സക്കായിയുടെ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞത്, നിന്റെ വീടിന് രക്ഷ വന്നിരിക്കുന്നു. ഇന്ന് നിന്റെ വീടിന് രക്ഷ വന്നിരിക്കുന്നു. ഈ വചന നിമിത്തം നമ്മുടെ വീടിന് 4 മൂലയ്ക്ക് മടിക്കുന്ന കാറ്റുകൾ ശാന്തമാകുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? ഒരു രക്ഷ കർത്താവ് ഒരുക്കിയിരിക്കുന്നെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ സന്തോഷിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. ഉപവാസം രാത്രിയും വേണ്ടത് ആരാധിച്ചും പ്രാർത്ഥിക്കുകയാണ്. ഉപവസിച്ചും പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് വിളിച്ചു പറഞ്ഞു, ഈ പ്രതികൂലങ്ങളെ മാറ്റി, വിലാപങ്ങളെ എല്ലാം മാറ്റി നൃത്തമാക്കി തരാൻ പോവുകയാണ്. ലാസറിന്റെ ഭവനത്തിന്റെ നിന്ന മാറ്റി, ലാസറിന്റെ ഭവനത്തിന്റെ ദുഃഖം മാറ്റി, വിലാപത്തെ മാറ്റി, ദാരിദ്ര്യത്തെ മാറ്റി, സന്തോഷം കൊണ്ട് നിറഞ്ഞു. യേശു ഭവനത്തിൽ സ്ഥിരമായി താമസിക്കുകയാണ്. ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഭവനമായി മാറും. ഒന്നോർത്ത് നോക്കുക. ഇത് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ഇതിനെ ഇനി നഷ്ടമാക്കി കളയാതെ ദൈവസന്നിധിയിൽ നമ്മൾ തന്നെ സമർപ്പിച്ചുകൊണ്ട് അല്പനിമിഷം കൂടെ സ്തോത്രം ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളോടും ഞാട്ടെ. അല്പനിമിഷം നമുക്ക് ദൈവത്തെ സ്തുതിച്ച മഹത്വം കരയറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താവേ, ഞങ്ങളുടെ കുടുംബത്തിന് നേരെ മാത്രം, എന്റെ വീടിന് നേരെ മാത്രമായിട്ട് വീശുന്ന കാറ്റുകളൊക്കെ ഉണ്ട്, പ്രതികൂലങ്ങളുണ്ട്, നേരെ വരുന്ന ചില വിഷയങ്ങൾ യഹോവ അറിയാതെയല്ല വന്നിരിക്കുന്നത്. അവൻ അറിഞ്ഞു തന്നെ വരുത്തിയിരിക്കുന്നത്. എന്നാലൊരു കാര്യം ഉറപ്പുണ്ട്, അവൻ നമ്മെ തകർത്ത് കളയാൻ വിട്ടുകൊടുക്കില്ല. അവൻ നമ്മെ ജീവനോടെ പരിപാലിക്കും. നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ വലിയ രക്ഷപ്പെടാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.